പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച. 2 ശമൂവേൽ 22 അധ്യായം 2-3 വാക്യങ്ങൾ. യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ. എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കും. ഈ വചനങ്ങളിൽ ദാവീദ് ദൈവത്തെ ചില ഉപമകളിലൂടെ വിശേഷിപ്പിക്കുന്നു. അവ വെറും കവിതയല്ല, കണ്ണുനീരിൽ പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്നാമതായി, ദൈവം നമ്മുടെ പാറയാണ്. പാറ മാറുന്നില്ല, കാറ്റും മഴയും അതിനെ ഇളക്കുകയില്ല. ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറാം, മനുഷ്യർ മാറാം, ബന്ധങ്ങൾ മാറാം, ആരോഗ്യം മാറാം, സമ്പത്ത് നഷ്ടപ്പെടാം. എന്നാൽ ദൈവം മാറാത്ത പാറയാണ്. നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, പാറയായ ക്രിസ്തുവിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. തിരമാലകൾ ഉയരുമ്പോഴും പാറ അചഞ്ചലമായി നിൽക്കുന്നത് പോലെ ദൈവത്തിൽ നിൽക്കുന്ന ഹൃദയവും അചഞ്ചലമായിരിക്കും. രണ്ടാമതായി, ദൈവം നമ്മുടെ കോട്ടയാണ്. പുരാതന കാലത്ത് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ജനങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറുമായിരുന്നു. അവിടെ അവർ സുരക്ഷിതരായിരുന്നു. ഇന്നും നമ്മുടെ കോട്ട മനുഷ്യശക്തിയല്ല, പദവിയല്ല, സമ്പത്തല്ല, ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കോട്ട. പ്രാർത്ഥനയാണ് ആ കോട്ടയിലേക്കുള്ളതായ വാതിൽ. ലോകം ഭയം വിതയ്ക്കുമ്പോൾ ദൈവ സാന്നിധ്യം സമാധാനം നൽകുന്നു. മൂന്നാമതായി, ദൈവം നമ്മുടെ രക്ഷകന്. രക്ഷ എന്നത് അപകടത്തിനുള്ളതായ മോചനം മാത്രമല്ല, പാപത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ആത്മീയ മരണത്തിൽ നിന്നും മോചനം കൂടിയാണ്. യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് പൂർണ്ണ രക്ഷ ഒരുക്കിയിരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ പ്രത്യാശ ഇന്നത്തെ വിജയങ്ങളിലല്ല, നിത്യരക്ഷയുടെ ഉറപ്പിലാണ്. നാലാമതായി, വചനം പറയുന്നു, ദൈവം നമ്മുടെ പരിചയം. യുദ്ധഭൂമിയിൽ പരിച അമ്പുകളെ തടയും. നമ്മുടെ ജീവിതത്തിലും വിമർശനത്തിൻ്റെ അമ്പുകൾ, നിരാശയുടെ അമ്പുകൾ, പ്രലോഭനത്തിൻ്റെ അമ്പുകൾ, ഭയത്തിൻ്റെ അമ്പുകൾ എല്ലാം പറന്നു വരാം. എന്നാൽ വിശ്വാസത്തിൻ്റെ പരിച ഉയർത്തിപ്പിടിക്കുന്നവനെ ദൈവം സംരക്ഷിക്കുന്നു. വിശ്വാസം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുന്ന ധൈര്യമാണ്. അഞ്ചാമതായി, ദൈവം നമ്മുടെ ഉയർന്ന ഗോപുരമാണ് എന്ന് കാണും. ഉയരത്തിൽ നിൽക്കുന്നവന് ദൂരക്കാഴ്ച ലഭിക്കുമല്ലോ. ദൈവത്തോടൊപ്പം ജീവിക്കുന്നവന് പ്രതിസന്ധികൾക്കപ്പുറമുള്ള പ്രത്യാശ കാണാൻ സാധിക്കും. ഇന്ന് നാം കാണുന്നത് കണ്ണുനീരായിരിക്കാം, എന്നാൽ ദൈവം കാണുന്നത് മഹത്വത്തിൻ്റെ പ്രഭാതമാണ്. നമ്മുടെ കാഴ്ച പരിമിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതി അനന്തമാണ്. ഈ വചനത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ദാവീദ് പറയുന്നത്, എൻ്റെ പാറ, എൻ്റെ കോട്ട, എൻ്റെ ദൈവം എന്നിങ്ങനെയാണ്. അത് വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ഭാഷയാണ്. പാരമ്പര്യമായി ലഭിച്ച വിശ്വാസം മാത്രം മതിയാകില്ല, അനുഭവത്തിലൂടെ സ്വന്തമാക്കിയ വിശ്വാസം വേണം. നമുക്ക് സ്വയം ചോദിക്കാം, പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ഭയപ്പെടുമ്പോൾ ഞാൻ ആരിലാണ് അഭയം കണ്ടെത്തുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ പാറ ദൈവമാണോ, അതോ മാറിക്കൊണ്ടിരിക്കുന്ന ലോകമാണോ? കർത്താവ് നമ്മുടെ രക്ഷകനായിരിക്കുമ്പോൾ നിരാശയ്ക്ക് അവസാന വാക്കില്ലല്ലോ. അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ, കർത്താവേ, നീയാണ് എൻ്റെ പാറ എന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവേ, പ്രഭാതത്തിൻ്റെ പ്രകാശം പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കണമേ. പാറ പോലെ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഭയത്തിൻ്റെ രാത്രികളെ വിശ്വാസത്തിൻ്റെ പുലരിയാക്കി, കണ്ണുനീരിൻ്റെ താഴ്വരകളെ പ്രത്യാശയുടെ തോട്ടമാക്കി, ഞങ്ങളുടെ ഓരോ ചുവടിനെയും നിന്റെ കൃപയുടെ സംഗീതമാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.